ഹായ് ഹലോ വ്യൂവേഴ്സ്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ മൂന്നാമത്തെ സ്റ്റിച്ചാണ് ഫ്ലവർ സ്റ്റിച്ച്. ഫ്ലവർ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് വൃത്തം വരയ്ക്കുക. ഒരു വലിയ വൃത്തം, അതിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ വൃത്തം വരയ്ക്കുക. എന്നിട്ട് ആ രണ്ട് വൃത്തത്തിൻ്റെ ലൈൻസുകൾ തമ്മിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നോക്കണം കേട്ടോ. വീഡിയോ കംപ്ലീറ്റായി കാണുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുകൊണ്ട് നമ്മൾ ഈ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് ഇഴകളുള്ള നൂലാണ് നമ്മളെടുത്ത് സൂചിയിൽ കോർക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ ഇഴകളുടെ എണ്ണം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാപ്പ് കുറഞ്ഞു വരും. എന്നാലും നമുക്ക് പഠിക്കാൻ എളുപ്പമായിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. രണ്ട് ഇഴകളൊക്കെ വെച്ചിട്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വരികയും ചെയ്യും. ഇപ്പോൾ 3-4 ഇഴകളിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ അത് പെട്ടെന്ന് തീരുകയും ചെയ്യും കേട്ടോ. നമുക്കൊരു ഫുൾഫിൽമെൻറ്റ് വരത്തില്ല. നല്ല പിന്നെ അടുക്കി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊന്നും പ്രശ്നമൊന്നുമല്ല. ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തില്ല, ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ പഠിക്കാൻ എളുപ്പം 2 ലൈൻ ഇഴകൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മൾ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വലിച്ചു പിടിക്കരുത്. തുണി ഒരിക്കലും നമ്മൾ വലിച്ചു പിടിക്കുകയേ ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത്, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ടു ഓൾ വ്യൂവേഴ്സ്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടിട്ട് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ. അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരും അത് പഠിച്ചു പോകുമല്ലോ. ഫ്രീ ആയിട്ടല്ലേ ഞാൻ ക്ലാസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.